ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. മുന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും കമൻസിനും ഒക്കെ ഒത്തിരി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ഇന്ന് രാവിലെ മക്കൾ പതിവ് പോലെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു. അപ്പോൾ തിരിച്ച് അതേ സ്പീഡിൽ തന്നെ മക്കൾ തിരിച്ചെത്തി. അപ്പോൾ ഇന്ന് ബന്ദ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മക്കൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നത്. അപ്പോൾ വലിയ ആൾ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രോങ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് അവിടെ സ്കൂളൊന്നുമില്ല. മോള് തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ മോള് കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വലുതായിട്ട് ബന്ധ് ബാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് അവൾക്ക് 4 മണി വരെയും ക്ലാസ് ഉണ്ട്. പക്ഷേ സ്കൂൾ ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോയി വിളിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ക്ലീനിങ്ങും പിന്നെ കുക്കിങ്ങും ഒക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതുപോലെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നിലം തുടയ്ക്കാനുണ്ട്. നിയോടെ ഈ ഒരു ഫ്ലോർ ക്ലീനർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ നിലം തുടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച ശല്യമൊക്കെ നല്ലോണം കുറവുണ്ട്. പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ എന്നെപ്പോലെ മടിയുള്ളവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ക്ലീനിങ് മുടങ്ങാതെ ചെയ്യാനും പിന്നെ നമ്മുടെ വീട് എല്ലാ മാസവും നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് ക്ലീനിങ് പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ആ രീതിയിൽ നിങ്ങളതിൽ മാറ്റം വരുത്തിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരു മടിയും ഉണ്ടാവില്ല. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തു പോകും ആ രീതിയിൽ ചെയ്യുമ്പം. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ചിലർക്ക് അല്ലാതെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല മൂഡുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലാനറാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണോ അതാണ് അവിടെ എഴുതി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ദാ അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി കുക്കിംഗ് പരിപാടിയാണ്. ഇപ്പോൾ രാവിലെ ചോറ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറിയൊന്നും റെഡിയാക്കാതെയാണ് ഞാൻ നേരെ ക്ലീനിങ്ങിലേക്ക് കടന്നത്. നോക്കിയപ്പം ഒരു കപ്പ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അതിനെ ഒന്ന് മുറിച്ചിട്ട് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ അതാ ഡിഷ് വാഷ് സോപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെക്കുന്ന ആ ഒരു പാത്രവും സോപ്പ് കഴിഞ്ഞ പാട് തന്നെ, സോപ്പ് തീർന്ന ഉടൻ തന്നെ നമ്മളത് കഴുകി നീറ്റാക്കി വെക്കണം. അല്ലെങ്കിൽ ആ ഒരു ഡിഷ് സോപ്പ് കഴിയാനായിട്ട് ഒരുപാട് സമയം എടുക്കൂലേ. അപ്പോൾ അതുവരേക്കും ആ ഒരു പാത്രം വീണ്ടും നല്ലോണം അഴുക്കൊക്കെ പിടിച്ച് വൃത്തികേടാവും. അപ്പോൾ അത് കഴിയുന്ന സമയത്ത് തന്നെ ഒന്ന് കഴുകി നീറ്റാക്കിയിട്ട് അടുത്ത സോപ്പ് നമ്മൾ നിറച്ച് കൊടുക്കുക. പിന്നെ അത് പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ആ ഒരു സിങ്ക് ഏരിയയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടൽ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു സിങ്ക് ഏരിയയും കൂടിയിട്ട് കഴുകി വൃത്തിയാക്കി ഇടാം. അപ്പോൾ എപ്പോഴാണോ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു ടൈമിൽ കിട്ടുന്ന ക്ലീനിങ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നീടത്തേക്ക് മാറ്റി വെക്കുമ്പോഴാണ് അതവിടെ അങ്ങനെ മറന്നു പോവുക അല്ലെങ്കിൽ മടി പിടിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സമയം ക്ലീൻ ചെയ്ത് റെഡിയാക്കുക. അതാണ് ഒരു ടിപ്പ്. അപ്പോഴേക്കും നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കപ്പ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിളച്ച വെള്ളം ഞാൻ ഊറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സിങ്കിൻ്റെ പൈപ്പൊന്ന് തുറന്ന് വിട്ടതാണ്. അപ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ഒരു പ്ലാസ്റ്റിക് പൈപ്പൊക്കെ ഉരുകിപ്പോവും. അതുകൊണ്ട് പൈപ്പ് തുറന്ന് വിട്ടിട്ട് ഈ ഒരു തിളച്ച വെള്ളം ഊറ്റിക്കളഞ്ഞതാണ്. ഇനിയിപ്പോൾ ഒരു ബീട്രൂട്ട് ചട്നിയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ടും പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തോല് കളഞ്ഞ് കഴുകിയെടുക്കട്ടെ. പിന്നെ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ നമുക്ക് പള്ളിയിൽ നിന്നൊക്കെ കിട്ടിയില്ലേ ആ ഒരു ബീഫൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കറി വെച്ചിട്ട്. അപ്പോൾ അത് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ ഒരു മീറ്റൊക്കെ കഴിച്ചിട്ട് ഒരു മടി തോന്നൂലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുള്ള് വെജിറ്റബിൾസ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരുടെയും ബീഫൊക്കെ കഴിഞ്ഞോ? ഫ്രിഡ്ജിൽ ഇനിയും ബാക്കിയുണ്ടോ? ഇനിയിപ്പോൾ ബീട്രൂട്ട് ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഒരു വലിയ പീസായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ അത് അറിയാതെ അങ്ങനെ ഓടിക്കളിക്കും. അതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടതാണ്. പിന്നെ അതാ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനുള്ള കറിവേപ്പില അങ്ങനെ പുറത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുറത്ത് തന്നെ ചെടിയുണ്ട് മുറ്റത്ത്, എങ്കിലും അതിൻ്റെ ആ ഒരു കൊണ്ട ഇങ്ങനെ ഒടിച്ച് വേണം എടുക്കാനായിട്ട്. കറിവേപ്പില എടുക്കുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇല ഊരി എടുക്കരുത്. ഒരു തണ്ടോട് കൂടി ഇങ്ങനെ ഒടിച്ചെടുത്താൽ കറിവേപ്പില നല്ല തഴച്ച് വളരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അത്രയും വേണ്ടല്ലോ, അതുകൊണ്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ആ ഒരു ബീട്രൂട്ട് ചട്നിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇതിലേക്ക് ചേർക്കണം. പുളിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. തീരെ അരഞ്ഞു പോകേണ്ട, ഒരു ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബീട്രൂട്ട് ചട്നി ഒന്ന് താളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്ക് ചട്നി റെഡിയാവും. അപ്പോഴേക്കിതാ ഞാൻ തോരൻ റെഡിയാക്കാനുള്ള പയറൊക്കെ ഒന്ന് പുറത്തെടുത്തതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല പച്ച പയറായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്തി യൂസ് ചെയ്തില്ല, ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചിട്ടു. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കത്തി തൊടാതെ തന്നെ ഇങ്ങനെ ഒടിച്ചിട്ടിട്ട് തോരൻ വെക്കുമ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുക്കിംഗ് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കുളിച്ച് റെഡിയായി വന്നു. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഓയിലി സ്കിൻകാർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, വെറുതെ ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോഡി ലോഷനാണ് കേട്ടോ ഞാൻ കയ്യിലും കാലിലും ഒക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഷ് സോപ്പ് ഉപയോഗിക്കൂലേ, ഒരുപാട് സോപ്പ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പാത്രം കഴുകുന്ന സമയത്ത് കൈയൊക്കെ ഇങ്ങനെ വിണ്ട് കീറും. അപ്പോൾ അത് വിണ്ട് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം പാത്രം കഴുകിയതിന് ശേഷം ഇങ്ങനെ കയ്യിൽ പുരട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ എക്സോടെയൊക്കെ ഡിഷ് സോപ്പ് ഉപയോഗിക്കുന്നവർ അങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ഇതെന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ പെട്ടെന്ന് വിണ്ട് കീറുകയും ഡ്രൈ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാ പണികളും എൻജോയ് ചെയ്ത് ചെയ്യാം. നമ്മുടെ കിച്ചണിലെ പണികളായാലും അത് നല്ലതുപോലെ എൻജോയ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് നമ്മളെ കെയർ ചെയ്യാനും ഒരല്പം സമയം മാറ്റി വയ്ക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് ചോറ് കഴിക്കാനായിട്ട്, വേഗം റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇനിയിപ്പോൾ മോര് കറി ഒന്ന് താളിക്കാനൊക്കെ ഉണ്ട്, ആ ഒരു ബീട്രൂട്ട് ചട്നിയും താളിക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് വറ്റൽ മുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനിയിപ്പം മോര് കറിയും ചട്നിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. മോര് കാച്ചാനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞത് ചേർത്തത്. പിന്നെ 2 വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് 2 സാധനങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് താളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ബീട്രൂട്ട് ചട്നി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ താളിച്ചതിന് ശേഷം അതിലേക്ക് മോര് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ട തൈരായിരുന്നു. അപ്പോൾ അതൊന്ന് മോരാക്കി എടുക്കാൻ വേണ്ടി മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ, തീരെ തിളച്ച് പോകണ്ട. അപ്പോൾ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ബീട്രൂട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തില്ലേ, അതൊന്ന് വഴറ്റിയിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോഴേക്ക് ബീട്രൂട്ട് ചട്നിയും റെഡിയാവും. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ കുളിക്കാൻ പോണതിന് മുമ്പ് ഞാൻ ഒരു ഉണക്ക മീൻ ഉണ്ടായിരുന്നത് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ലഞ്ച് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പപ്പടവും പിന്നെ ഒരു കൊണ്ടാട്ട മുളകില്ലേ അതുകൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലഞ്ച് കോംബോ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കട്ടോ. നല്ല സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണക്കമീൻ ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ഉണ്ടായാലും മതി കേട്ടോ. ഫിഷ് ഫ്രൈ ഉണ്ടായാലും നല്ല അടിപൊളിയാണ്.
അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു കോമ്പിനേഷൻ. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇക്കത ചെറിയ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ അവൾക്ക് 3 മണി വരെ സ്കൂളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെയും കൂട്ടിയിട്ട് ഇതാ തിരിച്ചു വന്നു. എനിക്ക് ഭയങ്കര തൊണ്ടവേദനയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെഡിസിനും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ തൊണ്ടവേദന ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിന്നെ അടുത്ത് പനിയാണ് വരുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു മെഡിസിൻ കഴിക്കാമെന്ന് കരുതി. രാവിലെയും വൈകുന്നേരവും ഓരോ ടാബ്ലറ്റ് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തത് വേഗം കൊണ്ടുവന്ന ഉടനെ തന്നെ കഴിച്ചു. ഇനിയിപ്പോൾ മറ്റത് രാത്രി കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് പിന്നെ ഇന്നലെ എനിക്ക് കുടുംബ വീട്ടിൽ നിന്ന് കുറച്ച് സാധനം കൊടുത്തു വിട്ട ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രം അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഇവിടുന്ന് കുറച്ച് മുട്ട അതിലേക്ക് വെച്ച് കൊടുത്ത് അങ്ങനെ കൊടുത്തയക്കുകയാണ് കേട്ടോ. ഇക്ക എന്തായാലും മോളെ കൊണ്ടുവിടാനായിട്ട് ഇപ്പം പോവും. അപ്പം ബൈക്കിലാണ് പോണത്. അപ്പോൾ അത് പൊട്ടി പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് കടലാസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ എത്തുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അതൊന്നിങ്ങനെ മൂടി അതിലേക്ക് മുകളിലേക്കും പേപ്പറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ഞാനത് അടച്ച് റെഡിയാക്കിയത്. അപ്പോഴേക്കും എന്താ സമയം 4-4:15 ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അവർക്ക് ചായ ഒക്കെ റെഡിയാക്കി കൊടുക്കട്ടെ. ചായ കുടിച്ചതിന് ശേഷം മോള് മദ്രസയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് മോള് കിച്ചണിൽ വന്നിട്ട് എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ അവളുണ്ടാക്കിയ ക്രാഫ്റ്റ് ഐറ്റം. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് അതിൽ നമുക്കിങ്ങനെ കോഡ്സൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യാമോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറും ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് രസമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം, എങ്കിൽ കുറേ കൂടെ ഭംഗിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് അതൊരു സന്തോഷം, അവരുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുക, അതൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ചായ റെഡിയാക്കി. അപ്പോൾ അവർക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് സ്നാക്സ് ഒന്നും റെഡിയാക്കിയില്ല. അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സമയം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടായിരുന്നത് ഇപ്പം മുറുക്കും പിന്നെ അരി ഉണ്ടായാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ഒരു പ്ലേറ്റിലാക്കി. പിന്നെ മോൾക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പാലിലേക്ക് കുറച്ച് ഹോർലിക്സ് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ പാലും വെള്ളവും കൂടിയിട്ട് ഒരുമിച്ച് അങ്ങനെ തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് 2 ഗ്ലാസ് മാറ്റിയിട്ട് അങ്ങനെ ഞാൻ ഹോർലിക്സ് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ബാക്കി ഉള്ള ചായയിലേക്ക് ഞാൻ തേയിലപ്പൊടി ഇട്ട് കൊടുത്തു. എനിക്കും ഇക്കാക്കുള്ള ചായ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ മോള് ക്രാഫ്റ്റ് ഉണ്ടാക്കിയപ്പോൾ കണ്ണിൽ ചെറുതായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ വെച്ച്. അത് പിന്നെ വൈകുന്നേരം നല്ല പണിയായി, വേദനയായി, ഡോക്ടറെ അടുത്തൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു 10 മിനിറ്റ് അത്രയും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ടി വി ഒക്കെ കണ്ടിരുന്നു. മോൾക്ക് 4:30-ക്കാണ് കേട്ടോ മദ്രസ. അപ്പോൾ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് അവൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ മഴ മൂടിക്കെട്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഏത് നിമിഷവും പെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ വേഗം എക്കായും മോളും കൂടിയിട്ട് ഇറങ്ങി. വലൈക്കും സലാം. അങ്ങനെതാ അവർ പോയ ഉടനെ മഴയും തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം വീടിനുള്ളിലേക്ക് കയറി. ഇനിയിപ്പം ഈ ഒരു അലക്കിയ തുണികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം വിരിച്ചിടുന്നത്. ഈ ഒരു മുറിയിൽ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ കയർ കെട്ടിയിട്ട് അതിലേക്ക് തുണികളൊക്കെ വിരിച്ചിടും. അപ്പോൾ നേരത്തെ ഇട്ടത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇന്ന് അലക്കിയത് വീണ്ടും വിരിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പം ഈ ഒരു മഴ മാറുന്നത് വരെ ഇത് തന്നെ ആയിരിക്കും കേട്ടോ എൻ്റെ പണി.
എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണോ? അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കമൻറ്റിലൂടെ പറയണം കേട്ടോ. തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണക്കലാണ് കേട്ടോ. നമുക്ക് ആ ഒരു വെയിലത്ത് നല്ല അടിപൊളിയായിട്ട് ഉണക്കി കബോർഡിനകത്ത് വെക്കുന്ന ആ ഒരു സുഖം എന്തായാലും കിട്ടൂല കേട്ടോ ഇങ്ങനെ ഉണക്കിയെടുക്കുമ്പം. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെയാണ് കേട്ടോ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ്ങിനുള്ള ഒരു പ്ലാനർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ചില സമയത്തൊക്കെ മടി പിടിക്കും, അപ്പോൾ പ്ലാനർ തിരിഞ്ഞു നോക്കാറില്ല. എങ്കിലും നിങ്ങൾക്കും ഇതുപോലെ മടിയുള്ള അവസരങ്ങളിൽ ഒരു പ്ലാനർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ മുടങ്ങാതെ നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനറാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ക്ലീനിങ് റൊട്ടീൻ നമുക്ക് എന്തായാലും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മന്ത്ലി പ്ലാനറോ അല്ലെങ്കിൽ ഒരു വീക്ക്ലി പ്ലാനറോ ഒക്കെ നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കോട്ട് ചെയ്തിടുകയാണ്. ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യമാണല്ലോ വീട് മൊത്തത്തിൽ അടിച്ചു വാരി ക്ലീൻ ചെയ്തിടൽ. അപ്പോൾ അതെന്തായാലും എഴുതിയിട്ടുണ്ട്. സ്വീപ്പിംഗ് ത്രൈസ് ഇൻ എ ഡേ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഒന്ന് അടിച്ചു വാരി ഇടാൻ നോക്കുക. പിന്നെ നമുക്ക് കുക്കിംഗ് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണല്ലോ, മസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ കുക്കിങ്ങും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ഡിന്നർ ഒക്കെ റെഡിയാക്കുക. ആ ഒരു പണി എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്യൽ. മൂന്നാമതായിട്ട് വരുന്നത് വാഷ് ഡിഷസ് ത്രൈസ്, അല്ലെങ്കിൽ എത്രയോ തവണ നമ്മൾ എത്ര തവണ കഴുകുന്നൊന്നും എനിക്ക് കണക്കൊന്നുമില്ല. എങ്കിലും അതും കൂടി ചെയ്യാൻ മടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുറ്റം അടിക്കലാണ്. അപ്പോൾ മഴയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പണി നമ്മൾ പെൻഡിങ് ആക്കി വെച്ചിട്ടുള്ളത് ചെയ്യുക, അല്ലെങ്കിൽ മുറ്റം അടിച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ അടുത്ത് വരുന്നത് പ്രിപ്പറേഷൻ ഫോർ നെക്സ്റ്റ് ഡേ മെനു. അതായത് നമ്മുടെ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ, കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യൽ. അപ്പോൾ അതാണ് ഒരു പ്രിപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ നാളെ ഇപ്പോൾ കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതെങ്കിൽ കടല വെള്ളത്തിലിടുക, പിന്നെ പുട്ടിനുള്ള തേങ്ങ ഒന്ന് ചിരകി ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ നല്ല ഈസി ആയിരിക്കും. ഹറിബറിയിൽ എല്ലാം ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ എടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ദോശയുടെ ബാറ്ററൊക്കെ നമ്മൾ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിടുക. പിന്നെന്താ, ഉള്ളി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് അതും ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പ്രിപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പണികൾക്കിടയിലൊക്കെ നമുക്ക് നമ്മളെ കെയർ ചെയ്യാനും ഒരു സമയം മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം, അതാണ് കേട്ടോ ഇനി അടുത്ത് എഴുതുന്നത്. അപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നവർ അങ്ങനെ ചെയ്യുക, വീട്ടിൽ തന്നെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനിപ്പം അങ്ങനെയൊന്നും പുറത്ത് ബ്യൂട്ടി പാർലറിൽ അങ്ങനെയൊന്നും പോകലില്ല കേട്ടോ. അപ്പോൾ വീട്ടിലും അങ്ങനെ അധികം കെയറൊന്നും ചെയ്യാറില്ല. എങ്കിലും സിമ്പിളായിട്ട് ഇപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ചെയ്യുന്നത് അത് ഈ ഒരു സമയത്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൂടി ഒന്ന് ഉൾപ്പെടുത്തിയത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ കെയർ ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വായിക്കാം. റീഡിങ് ബുക്സ്, അല്ലെങ്കിൽ പിന്നെ പഠിക്കാനുള്ളവർക്ക് ഇപ്പോൾ PSC ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ആ ഒരു സമയത്ത് പഠിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സമയം, നമുക്കായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കിച്ചണിൽ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സ്റ്റൗവ് അല്ലെങ്കിൽ കിച്ചൺ സ്ലാബ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ അതുകൂടി ഞാൻ ഇടയിലൊന്ന് എഴുതി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മറന്നു വരുത് നിങ്ങൾ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്യാസൊക്കെ കേട് വരും. അപ്പോൾ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് ക്ലീനിങ് വാഷ് ബേസിൻസ്, പിന്നെ ഫ്ലോർ ക്ലീനിങ്. നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് പറ്റിയാൽ തുടച്ചിടുക. അപ്പോൾ നിലം തുടക്കലൂടെ കഴിഞ്ഞാൽ നല്ല ക്ലീനാവും. പിന്നെന്താ, ഡെയിലി വാഷ് ക്ലോത്ത്, അതായത് നമുക്ക് കഴുകാനുള്ള ഡ്രസ്സൊക്കെ കഴുകുക, പിന്നെ അത് ഉണക്കുക, അത് മടക്കി കബോർഡിനകത്ത് ഉടൻ തന്നെ വെക്കുക. അപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ കൂടിക്കിടക്കും. അപ്പോൾ ഇടയ്ക്ക് മടി വരുമ്പം എൻ്റെ പരിപാടി അങ്ങനെയാണ് കേട്ടോ, അതങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ അതൊരു ഈസി ആയിരിക്കും കേട്ടോ. ഉടനെ തന്നെ മടക്കി കബോർഡിൽ കയറ്റുക കഴുകിയ തുണികൾ. അപ്പോൾ അത്രയാണ് ഡെയിലി ക്ലീനിങ്ങിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. ഇനിയിപ്പം വീക്കിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി പ്ലാനർ നമുക്ക് വേണമല്ലോ, ഒരു മാസം ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വീട് നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം.
ഇപ്പോൾ ജൂൺ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ജൂലൈ മാസത്തിൻ്റെ ആണ് ഞാൻ എന്തായാലും പ്ലാൻ റെഡിയാക്കുന്നത്. ഇപ്പോൾ ജൂലൈ മാസത്തിൽ 1 മുതൽ 31 അല്ലെങ്കിൽ 30 ദിവസമാണുള്ളത്. ആ ഒരു ദിവസം നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി വെക്കുക. നമ്പർ ഇങ്ങനെ താഴോട്ട് ഇട്ടുകൊണ്ട് പോവുക. എന്നിട്ട് ഓരോ ദിവസവും ഫസ്റ്റ് ഡേ ഇപ്പോൾ ജൂലൈ 1-ന് എന്ത് നമുക്ക് ക്ലെയിം ചെയ്യാം, അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എഴുതിയിടുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്ക് സൗകര്യമുള്ളതും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതുമായ കാര്യമാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ആദ്യം എഴുതുകയാണ്. അപ്പോൾ ഫ്രൈഡേ ആണ് 1-ാം തീയതി വരുന്നതെങ്കിൽ ഞാൻ നോക്കിയില്ല കേട്ടോ കലണ്ടറിൽ. അപ്പോൾ ഏത് ദിവസമാണോ വരുന്നത് ആ ഒരു ദിവസം ജനാല മൊത്തം ക്ലീനിങ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ ജനാലകളുടെയും കമ്പികളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുക. ആദ്യം ഒന്ന് വൈപ്പ് ചെയ്യുക വെറുതെ തുണി വെച്ചിട്ട്, എന്നിട്ട് നനഞ്ഞ തുണി വെച്ച് തുടച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ അതാണ് അന്നത്തെ പണി കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നില്ല, അപ്പോൾ നമുക്ക് മടുപ്പും തോന്നില്ല. നെക്സ്റ്റ് ഡേ, അതായത് സെക്കൻഡ് ഡേ, ജൂലൈ മാസം 2-ാം തീയതി വേറൊരു പണി ചെയ്യുക. അപ്പോൾ നമ്മുടെ എനർജി ലെവൽ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജനാലകളൊക്കെ തുടച്ചത് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പണിയും കൂടി എക്സ്ട്രാ ചെയ്യാം കേട്ടോ. അപ്പോൾ മാറാല തട്ടൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ക്ലീനിങ് അങ്ങനെ ഏതെങ്കിലും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതും ക്ലീൻ ആവും. പിന്നെ അടുത്ത് സെക്കൻഡ് ഡേ, നെക്സ്റ്റ് ഡേ നമ്മൾ ചെയ്യാൻ പോണത് നിലമൊക്കെ തുടച്ചിടൽ. അപ്പോൾ അടിച്ച് വാരിയിട്ട് തുടച്ചിടാം, അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ അടിച്ച് വാരിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പൊടിയൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിലം തുടച്ചിടാം. അപ്പോൾ വീട് ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നിലം തുടയ്ക്കൽ. പിന്നെ ബെഡ്ഷീറ്റ്സൊക്കെ കഴുകൽ, എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് കഴുകൽ. അപ്പോൾ ഇത് നമ്മൾ വീക്കിലി ഇങ്ങനെ ഒരു ദിവസം ഇത് ചെയ്യുമ്പം അടുത്ത നെക്സ്റ്റ് വീക്കിലും അത് റിപ്പീറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും ഇതിങ്ങനെ ഓരോ പണികൾ വീണ്ടും വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ സെക്കൻഡ് വീക്കിലും എഴുതുക. അപ്പോൾ ഓരോ ആഴ്ചയിലും അതിങ്ങനെ ക്ലീനായി വരും. അതാണ് സംഭവം. അടുത്ത് 3-ാമത്തെ ദിവസം ബാത്റൂം ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ 1, 2, 3 ബാത്റൂമുള്ള വീടുകളാണെങ്കിൽ അങ്ങനെ നമ്പർ ഇട്ട് എഴുതി വയ്ക്കുക. ബാത്റൂം 1 ഫസ്റ്റ് ഒരു ബാത്റൂം ക്ലീൻ ചെയ്യുന്നു. അടുത്ത് 4-ാമത്തെ ദിവസം സിറ്റ് ഔട്ട് ഡീപ്പ് ക്ലീനിങ്. അതാണ് കേട്ടോ ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതാണ് താല്പര്യം ക്ലീൻ ചെയ്യാനായിട്ട് ആ ഒരു ഇത് അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ സിറ്റ് ഔട്ടിലുള്ള ജനാല തുടയ്ക്കൽ, പിന്നെ അവിടുത്തെ സെറ്റിയിലുണ്ടെങ്കിൽ അതിൻ്റെ തുണികളൊക്കെ കഴുകൽ, പിന്നെ അങ്ങനെയൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് ഇടുക. നിലം തുടയ്ക്കൽ, മാർബലടിക്കൽ എല്ലാം വരും കേട്ടോ അതിൽ. അപ്പോൾ സിറ്റ് ഔട്ട് മാത്രം, അപ്പോൾ ഒരു ഭാഗം മാത്രം അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ടയേർഡൊന്നും ആവില്ല. പിറ്റേ ദിവസം വേറെ റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുക, അങ്ങനെ എഴുതിയിടുക കേട്ടോ. പിന്നെ അടുത്ത് വിൻഡോയുടെ ഗ്ലാസ് ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് മൊത്തം ക്ലീനിങ്. അപ്പോൾ അത് ഒരു ദിവസം ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം സ്റ്റോർ റൂം ക്ലീനിങ് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കും. അപ്പം എല്ലാ വീക്കിലും ഇത് റൊട്ടേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്ലാനർ തയ്യാറാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനിങ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ, മടി പിടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ചെറുതായിട്ട് മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്ലാനറിൻ്റെ ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നെക്സ്റ്റ് ഡേ, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യമാണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ 6 ദിവസമായിട്ടുണ്ട്. നമ്മൾ 7-ാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യമാണ് അടുത്ത് എഴുതാൻ പോണത്. ഓൾ ഫർണിച്ചേഴ്സ് ക്ലീനിങ്, അതായത് നമ്മുടെ വീട്ടിലുള്ള മേശ, കട്ടിൽ, കസേര അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ച് ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കൽ. അപ്പോൾ അങ്ങനെ ഫർണിച്ചറൊക്കെ ക്ലീൻ ആവും. അതിൽ ഡോറൊക്കെ പെടും കേട്ടോ, ഡോറ്, പിന്നെ TV ഏരിയ അതൊക്കെ അങ്ങ് തുടച്ചിടുക. അപ്പോൾ അത് ഒരുപാട് പണിയുള്ളവർ TV ഏരിയ മാത്രം ഒരു ദിവസം അങ്ങനെ വേണമെങ്കിൽ മാറ്റിയെടുക്കുക. പിന്നെ അടുത്ത നെക്സ്റ്റ് വീക്കാണ് കേട്ടോ പിന്നെ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയും അത് ഒരിക്കൽ ചെയ്തത് വീണ്ടും റിപ്പീറ്റായിട്ട് വരും. അപ്പോൾ എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. കാരണം അടുത്ത ആഴ്ച ആകുമ്പോൾ വീണ്ടും പൊടി പിടിക്കുമല്ലോ, നമ്മൾ ഈ ചെയ്തതൊക്കെ വീണ്ടും ചെറുതായിട്ട് ഡസ്റ്റ് വീണ്ടും തുടങ്ങും. അപ്പോൾ നമ്മളത് വീണ്ടും ക്ലീൻ ആക്കുക. അപ്പോൾ അത് ഒന്നേന്ന് വീണ്ടും എഴുതുക. 8-ാമത്തെ ദിവസം വീണ്ടും ആദ്യം എഴുതിയില്ലേ നമ്മൾ 1-ാം തീയതി, അത് തന്നെ എഴുതുക. അല്ല നിങ്ങൾക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റി എഴുതുക കേട്ടോ. വേറെ ഏതെങ്കിലും ക്ലീനിങ് ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമെങ്കിൽ അത് എഴുതി കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ബാത്റൂം 2 ഉള്ളതുകൊണ്ട് സെക്കൻഡ് ബാത്റൂം ക്ലീനിങ് ആണ് കേട്ടോ അടുത്ത വീക്കിൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പണികൾക്കിടയിലെല്ലാം നമ്മൾ ഒരു റിലാക്സ് ഡേയും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. നമുക്കൊരു ദിവസം റെസ്റ്റ് വേണ്ടേ. അപ്പോൾ ഈ പണികളൊക്കെ എടുത്ത് കഴിയുമ്പോൾ എന്തായാലും ടയേർഡാവും. അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ദിവസവും കൂടി അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ക്ലീനിങ് പ്ലാനർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു റിലാക്സ് ഡേ വയ്ക്കുക, എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും അടുത്ത വീക്കിൽ നമ്മൾ ആദ്യം ചെയ്ത ആ കാര്യങ്ങൾ തന്നെ എഴുതി കൊടുക്കുക. മാറാല തട്ടൽ, അപ്പോൾ ഓരോ വീക്കിലും മാറാല തട്ടൽ വീണ്ടും വരും. അതുപോലെ നമ്മൾ നിലം തുടയ്ക്കൽ വീണ്ടും വരും.
അപ്പോൾ ഒരാഴ്ചയ്ക്കൊരിക്കൽ നമ്മൾ എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. അത് നമ്മളറിയാതെ തന്നെ ചെയ്തു പോവുകയും ചെയ്യും. പിന്നെ ഇതാ എക്സ്ട്രാ ആയിട്ട് ഞാനിവിടെ നിസ്കാര കുപ്പായം, നമ്മുടെ മുസല്ല ക്ലീനിങ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബെഡ്ഷീറ്റ് കഴുകൽ അതൊക്കെയാണ്. പിന്നെ ഇതാ നിലം തുടക്കൽ ഇതാ വീണ്ടും വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന പണികളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാറ്റം വരുത്തിയിട്ട് ചെയ്യാം. പിന്നെ ഉള്ളി ബോക്സില്ലേ, ആ ഒരു ഓനിയനും ഗാർലിക്കും ഒക്കെ വെക്കുന്ന ആ ഒരു ബോക്സ് നല്ലോണം മുഷിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതും അതിൽ വൃത്തിയോടൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് കഴുകി നീറ്റാക്കിയിട്ട് ഒക്കെ വെക്കുക. അപ്പോൾ മഴ സമയത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, വെയിലുള്ള സമയത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ മഴ സമയത്ത് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ വേണം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ദിവസം അപ്സ്റ്റെയർ ക്ലീനിങ് അത് വരുന്നുണ്ട്. നമ്മൾ മുകൾ ഭാഗത്ത് ഇപ്പം 2 നിലയൊക്കെ ഉള്ളവർക്ക് ആ ഭാഗം ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ സ്റ്റെയർ കേസ്, അതിൻ്റെ സ്റ്റീൽ കമ്പിയൊക്കെ ഇല്ലേ, അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുന്നത് ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങളിത് പ്ലാനർ റെഡിയാക്കുമ്പം ഇപ്പോൾ ബാത്റൂം ക്ലീനിങ് അത് കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീനിങ് അല്ലെങ്കിൽ സ്റ്റോർ റൂം ഒതുക്കൽ അങ്ങനെയൊന്നും ഇടരുത് കേട്ടോ. അപ്പം നമ്മളൊരു ഭയങ്കരമായിട്ട് ടയേർഡാവും പിറ്റേ ദിവസം തന്നെ വലിയൊരു പണി ചെയ്യുമ്പം. അപ്പോൾ അത് ചെറിയ പണിയാണ്, പിറ്റേ ദിവസം ചെയ്യേണ്ട. അങ്ങനെയൊക്കെ എഴുതി അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ എനർജി ലെവൽ ആ ഒരു രീതിയിൽ ഈ ഒരു പ്ലാനർ തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഓഗസ്റ്റ് മാസം നെക്സ്റ്റ് മന്തും കൂടെ അങ്ങനെ എഴുതി തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് പ്ലാനറൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ആ ഒരു രീതിയും കൂടെ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ എനിക്കും ഒരു ഐഡിയ ഒക്കെ കിട്ടുമല്ലോ. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഫാമിലിയിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ ഒരു കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.